ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ഒരു കുക്കിംഗ് വ്ളോഗ്. ഇത് ഒരു ഫിഷ് കറി ഉണ്ടാക്കുകയാണ്. ബാച്ചിലർ ടൈപ്പ് ഓഫ് ഫിഷ് കറിയാണ്. ഭയങ്കര ചെറുതായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. സോ ഇതിന് 2 ഉള്ളി, പിന്നെ 2 മുളക്, പിന്നെ ഒരു തക്കാളി എടുത്തോളൂ. 2 മീനുണ്ട്. അപ്പോൾ മീൻ കറി ഞാൻ ഉണ്ടാക്കാമെന്ന് പ്ലാനിട്ട് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് പറഞ്ഞ് എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ ഇടാമെന്ന്. ഞാൻ അത്ര ഭയങ്കര വലിയ കുക്കൊന്നുമല്ല, ബട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കൊള്ളാം, എനിക്കിഷ്ടമാണ്, അല്ലാതെ കഴിച്ചിട്ടുള്ളവരും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഇതിൽ കുറേ സംഭവങ്ങൾ മിസ്സാണ്, എന്നാലും ഓക്കെ. സോ ഇത് ഞാൻ മീൻ വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കുന്നുണ്ട് മഞ്ഞൾ വെള്ളത്തിൽ. അപ്പോഴാണ് ലിയോ അവിടെ ഇരുന്ന് കരയുന്നത്. അവൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് കാണണം. സോ ഇത് ചട്ടി വെച്ചിട്ട് ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ച്, എന്നിട്ട് വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു. എന്തെന്ന് വെച്ചാൽ ഉള്ളി നല്ലപോലെ വേവാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമുക്ക് മില്ലിൽ അരച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ ടേസ്റ്റും സ്മെല്ലും വരും. ഇതിനത്ര സ്മെല്ലൊന്നുമില്ല, ബട്ട് ഇത് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ചട്ടി ഫുള്ളാവാൻ വേണ്ടി ഇതാക്കി. എന്നിട്ട് ഈ സാധനത്തിന് എന്ത് പറയും, ഉലുവ ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച ഉള്ളി 2 എണ്ണമാണ്. നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ സോഫ്റ്റായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വേവും. ഇത് പക്ഷേ ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ ടയറിൽ പെട്ടെന്ന് അരിഞ്ഞിട്ട്, പിന്നെ ഞാൻ ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണയിൽ ഇച്ചിരി നല്ലപോലെ മൂക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡ് വന്നു. അപ്പം ഞാൻ 2 പച്ചമുളകിട്ട്, 2 എണ്ണത്തിന് ഞാൻ വെട്ടിയത് മറ്റേ സ്ട്രെയിറ്റായിട്ട് വെട്ടി. എന്നിട്ട് ഞാൻ 2 സ്പൂൺ ഉപ്പിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ അറിയാതെ ഞാൻ ഇപ്പം 2 സ്പൂൺ ഇട്ട, പിന്നെ ഇടയിൽ ഞാൻ ഇത് മറന്നിട്ട് പിന്നെ 2 സ്പൂൺ ഇട്ടു. അങ്ങനെ ചെറിയൊരു ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ലാസ്റ്റിൽ പുളിവെള്ളം ഒഴിച്ച് പിന്നെ സെറ്റാക്കിയെടുത്തു. പിന്നെ ഇത് കഴിച്ചത് എൻ്റെ വീട്ടിലുള്ള വിഷ്ണുമ്മനാണ്. വിഷ്ണുമ്മൻ പറഞ്ഞ് രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം എന്ന്. ഞാൻ ഇത് ബ്രെഡുമായിട്ടാണ് കഴിച്ചത്. പക്ഷേ എനിക്കൊന്ന് ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കുറച്ചും കൂടെ രസമായിരിക്കും. ഞാൻ പിന്നെ ഇഞ്ചിയിട്ട്, എനിക്ക് മീൻ കറിയിൽ ഇഞ്ചിയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. ചെറിയൊരു വ്യത്യാസം വരും നമ്മൾ ഇഞ്ചി ഇടുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ ഇഞ്ചിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ചാണ് ഉണ്ടാക്കുന്നത്. പുളിവെള്ളത്തിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് 2 തക്കാളി ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അടപ്പ് വെച്ച്, ചെറുതല്ല, ഇത് വലിയൊരു പ്ലേറ്റാണ്, ഇത് വെച്ച് ഞാൻ അടച്ച്. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് അടച്ചോളും. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ സ്റ്റൗവിന് തീ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അടച്ച്. എന്നിട്ട് പിന്നെ ഞാൻ മുളക് പൊടി കുറേ ഇട്ട്. ഈ മുളക് പൊടിക്ക് എരിവ് ഇച്ചിരി കുറവാണ്. അപ്പം ഞാൻ കുറേ ഇട്ടാലും കളർ വരും, പക്ഷേ എരിവ് ചെറിയൊരു കുറവാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചിട്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് മല്ലിപ്പൊടി ചെറിയൊരു സ്പൂൺ ഇട്ട്. പിന്നെ ഞാൻ മുളക് പൊടി കുറേ ഇട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര സ്പൂൺ ഇട്ടാലും അതിന് എരിവ് വരത്തില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് പിന്നെ വേറെ മുളക് പൊടി മേടിക്കണമെന്നൊക്കെ വിചാരിക്കും. പിന്നെ വീട്ടിലരച്ചതാണിത്. അപ്പം വിചാരിച്ചു ഓക്കെ, നാച്ചുറലായിട്ട് നമുക്ക് കഴിക്കാമെന്ന്. പക്ഷെ എന്താണ് എരിവ് കുറവെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുളിവെള്ളം ഒഴിച്ച്. ഞാൻ ഇതിൽ കുറേ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് പുളിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ഇതിലൊഴിച്ചിട്ട് ഇപ്പം ഞാൻ ഹാഫ് ഗ്ലാസ്സാണ് ഒഴിച്ചത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചു ഒരു 5 to 6 മിനിറ്റ്സ്. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വേവെന്ത് കിട്ടാം, ഭയങ്കര ഉടയാനല്ല, ചെറുതായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് തക്കാളിക്കറിയാണെന്ന്. പക്ഷെ അല്ല, മീൻ കറിക്കും നമ്മൾ ഈ പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇത് മീൻ കറിക്കിൻ്റെ ടേസ്റ്റൊക്കെ വരും. എനിക്കറിയത്തില്ല, ഇനി വീഡിയോ കണ്ടിട്ട് ആൾക്കാർ പറയും തക്കാളിക്കറിയല്ല എന്നിട്ട് തക്കാളിക്കറിയിൽ നീ മീനിട്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് മീൻ കറിയാണ്. എന്നിട്ട് നമ്മൾ പിന്നും പുളിവെള്ളം ഒഴിക്കും. പിന്നെ ഞാൻ ഇതിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ മീൻ കറി. ഇതിലിനി നമ്മൾ കുറച്ച് നേരം ഈ മസാലയും ഇതെല്ലാം, ഞാൻ പറയില്ല 2 സ്പൂണ് എക്സ്ട്രാ ഇട്ടെന്ന്, അതിവിടെയാണ്. എൻ്റെ മീൻ കറിക്ക് ഉപ്പ് കൂടാൻ ഉള്ള കാരണം ഇതാണ്. ഞാൻ വേറെ എന്തോ ഒരു ലോകത്ത് നിന്ന് അറിയാതെ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതാരെങ്കിലും, എനിക്കറിയാം ഈ മീൻ കറി ആരും ഫോളോ ചെയ്യത്തില്ല, പക്ഷേ ഇനി അഥവാ ആരെങ്കിലും ഫോളോ ചെയ്താൽ നിങ്ങളാരും ഈ 2 സ്പൂൺ ഉപ്പിട്ട് ഇത് സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാൻ മീനുകളെ പീസ്
ആദ്യം കല്ലുപ്പ് വെച്ച് കഴുകി, എന്നിട്ട് പിന്നെ 2 തവണ വെള്ളത്തിൽ കഴുകി, പിന്നെ ഞാൻ മഞ്ഞളിട്ട് കഴുകി. അതാകുമ്പോൾ മീനിൻ്റെ സ്മെല്ലടിക്കത്തില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന മീൻ ഭയങ്കര നാച്ചുറൽ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷ് ആയിരിക്കത്തില്ല, ചെറുതായിട്ട് ഫ്രോസണൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു സ്മെല്ലും ഇതുമെല്ലാം കാണും. അതാണ് ഞാൻ ഇത്ര പ്രാവശ്യം ഇതൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കഴുകുന്ന. ഇതിട്ട് കഴിയുമ്പോൾ എനിക്ക് അത്ര സ്മെല്ലടിക്കത്തില്ല മീനിന്. പിന്നെ ഞാൻ സീ ഫുഡിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. പിന്നെ ഞാൻ അത് അടച്ച് വെച്ച്, എന്നിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ പോയിട്ട് ലിയോൻ്റെ കൂടെ കളിച്ച് കുറച്ച് നേരം. അവൻ ലൈക്ക് ഈ മീനിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അവൻ, എനിക്കൊന്നും ഞാൻ ഉണ്ടാക്കുന്ന ഈ ലോകത്ത് ആര് കഴിച്ചില്ലെങ്കിൽ ഇപ്പം കഴിക്കും. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻ കറി എടുത്ത് നോക്കിയതും എൻ്റെ ഫിഷ് കറി റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇത് വെറും 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച്, ഞാൻ നോർമലി മീനിട്ടിട്ട് 12 മിനിറ്റൊക്കെ അടച്ച് വയ്ക്കുള്ളൂ. ഇവിടുത്തെ മീൻ എനിക്ക് തോന്നി 12 മിനിറ്റിൽ വെന്ത് കിട്ടും. ഇതാണ് എൻ്റെ മീൻ കറി. ഞാൻ ഇതും 2 ബ്രൗൺ ബ്രെഡും 1 കുബൂസും ഇതാണിപ്പോൾ കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.